എന്താണ് CPM നടപടിയെടുക്കാത്തത്? അവരെ ഭയന്നിട്ടാണ്. കാരണം അവർക്കെതിരായി നടപടിയെടുത്താൽ അവർ മന്ത്രിമാരുൾപ്പെടെയുള്ള മുൻ മന്ത്രി ഉൾപ്പെടെയുള്ള പേരുകൾ അവരുടെ പങ്കാളിത്തം പറയുമെന്ന് ഭയപ്പെട്ടിട്ടാണ്. മാത്രമല്ല, ശബരിമലയിൽ അഫിഡവിറ്റ് കൊടുക്കണം എന്ന് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടും തിരുത്തണമെന്ന് തീരുമാനിച്ചിട്ടും അവിടെയും ഇവിടെയും ഇല്ലാത്തൊരു തീരുമാനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് പണ്ഡിതരോട് ചോദിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബലം പ്രയോഗിച്ച് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയ സമയത്ത് പിണറായി വിജയൻ പണ്ഡിതരോട് ചോദിച്ചിട്ടാണോ അവരെ കയറ്റിയത്? ആണോ? അല്ല. അപ്പോൾ അഫിഡവിറ്റ് തിരുത്തോ എന്ന് ചോദിച്ചാൽ തിരുത്തും, തിരുത്തില്ല എന്ന് ചോദിച്ചാൽ തിരുത്തില്ല എന്നുള്ള അഴകുഴമ്പൻ നിലപാടാണ് ശബരിമല വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉത്തരവാദികളായ ആളുകൾക്ക് മുഖ്യമന്ത്രിയും ഭരണകൂടവും CPM-ഉം കൊട പിടിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ച തന്നെയാവും. ഒരു തെളിവില്ല. കാരണം എന്താ? ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് നടത്തിയത്. അഡ്വക്കേറ്റ് കമ്മീഷണർ അത് സംബന്ധിച്ച റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുക്കുകയും ഹൈക്കോടതി അതിനെ അഭിനന്ദിക്കുകയും ചെയ്തതാണ്. കറക്റ്റായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ്, ദേവസ്വത്തിൻ്റെ മാനുവൽ അനുസരിച്ചാണ്, നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് അത് നടത്തിയത് എന്ന അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ, ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടത്തുകയും അതിനെ ഹൈക്കോടതി അഭിനന്ദിക്കുകയും ചെയ്ത ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാര്യം വെറുതെ പറയുന്നില്ല. അതിലൊരു കാര്യമില്ല. അത് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നത്, രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മോശമായ പരാമർശം നടക്കുന്നത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഗുഡ് ബുക്കിൽ കയറാൻ വേണ്ടിയിട്ടാണ്. കാരണം കുറേ കേസുകൾ വെച്ച്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസുകൾ വെച്ച് അവർ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. തൃശ്ശൂരിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കരുവന്നൂർ ബാങ്ക് വെച്ച് ED-യെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തതുപോലെ ഇപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് മോശമായി സംസാരിച്ചാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗുഡ് ബുക്കിൽ കയറും. മനസ്സിലായോ? നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനുവേണ്ടി അവരുടെ മുന്നിൽ 90 ഡിഗ്രിയിൽ കുനിഞ്ഞാണ് ഈ മുഖ്യമന്ത്രി നിൽക്കുന്നത്. അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞാൽ ഏത് കടലാസിൽ ഒപ്പിട്ട് കൊടുക്കും. PM ശ്രീയിൽ ഒപ്പിട്ട് വന്നിട്ട് CPI-ക്കാർ അതിൽ ഒപ്പിടരുത് എന്ന് വാശി പിടിക്കുമ്പോൾ ഒപ്പിട്ട കാര്യം മറച്ചു വെച്ച് മന്ത്രിസഭാ യോഗത്തിൽ ഇരുന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. സ്വന്തം മന്ത്രിമാരെ പോലും കബളിപ്പിച്ചു. ഒപ്പിട്ടിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് ഇവർ ഒപ്പിടരുതെന്ന് വാശി പിടിക്കുമ്പോൾ ഒപ്പിട്ട കാര്യം മിണ്ടാതെ സ്വന്തം മന്ത്രിമാരുടെ കയ്യിൽ നിന്നും ഈ വിവരം മറച്ചു വെച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അപ്പോൾ അവരെ സൂചിപ്പിക്കാനാണ് പറയുന്നത്. ഈ രാജ്യത്തെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം, ഫാസിസത്തിനെതിരായി, ഏകാധിപത്യത്തിനെതിരായി, വർഗീയതയ്ക്കെതിരായി, നരേന്ദ്രമോദി സർക്കാരിനെതിരായി സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. അദ്ദേഹം പറഞ്ഞില്ലേ, 55 മണിക്കൂറാണ് അദ്ദേഹത്തെ ED ചോദ്യം ചെയ്തത്. എന്താ, ധാരണ പുറത്താണോ? പിണറായി വിജയനോട് എനിക്ക് ചോദിക്കാനുള്ളത്, 55 മണിക്കൂർ ED സുഖമില്ലാത്ത സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്തത് ഡീലായിരുന്നോ? പറയുമ്പോൾ സൂക്ഷിച്ച് നിങ്ങൾ പറയണം. നിങ്ങളായിക്കോ, നിങ്ങൾ അവരുടെ നല്ല പുസ്തകത്തിൽ കയറി ഈ കേസിൽ നിന്നെല്ലാം തലയൂരാൻ നോക്കിക്കോ. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ നേരെ വേണ്ട. അത് രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അതിശയകരമായ പരാമർശമാണ്. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വനിതാ നേതാവിനെ കുറിച്ചോ പ്രവർത്തകയെക്കുറിച്ചോ ഒരു വനിതയെക്കുറിച്ചോ പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അതറിഞ്ഞ് മണിക്കൂറുകൾക്കകം അയാളെ പുറത്താക്കി മുസ്ലിം ലീഗ്. ഞാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. തെറ്റാണ് അയാൾ ചെയ്തത്. ഞങ്ങൾ ആരും അതിനെ പിന്തുണച്ചില്ല. ഒരാൾ പോലും അത് ശരിയാണ്, ആ ഭാഷ ഒരു കുഴപ്പമാണ്, അല്ലെങ്കിൽ അടർത്തി മാറ്റിയതാണ് എന്ന് ഞങ്ങൾ ആരും എന്ന് പറഞ്ഞില്ല. ഒരാളും. എല്ലാവരും അതിനെ ശക്തിയായി അപലപിക്കുകയും അയാളെ സസ്പെൻഷനല്ല, ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. പക്ഷേ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി, അയാളില്ല. പക്ഷേ ഒറ്റ ചോദ്യമാണ് എനിക്ക്, ഒറ്റ ചോദ്യം. രമ്യ ഹരിദാസിനെതിരായി അശ്ലീല പരാമർശം നടത്തിയ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാ. എന്ത് നടപടിയെടുത്തു CPM?
കെ രമയ്ക്കെതിരായി എത്ര അധിക്ഷേപകരമായ പരാമർശം CPM-കാർ നടത്തി, ഒരു നടപടിയെടുത്തില്ല. വീണ എസ് നായർക്കെതിരെ നടത്തി, ഒരു നടപടിയും എടുത്തില്ല. ഏറ്റവും അവസാനം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കാലത്ത് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ കുറിച്ച് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.